എന്തൊരു സുഖങ്ങളൊക്കെ തന്നെ. അപ്പോൾ വലിയ സന്തോഷം ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഇങ്ങനത്തെ ഒരു മൊമെന്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷന് വലിയ നന്ദി പറഞ്ഞ് തന്നെ തുടങ്ങുന്നു. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്വപ്നമാണിത്. നമ്മളെല്ലാവരും കേരള ക്രിക്കറ്റിന് വേണ്ടി 15-20 വർഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പ്ലേയേഴ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജ്, സ്റ്റാർ സ്പോർട്സിൽ ലൈവായിട്ട് 10 മാച്ച് കളിക്കാൻ കിട്ടിയ ഒരു അവസരം നാട്ടിലെ ക്രിക്കറ്റേഴ്സിനും ക്രിക്കറ്റ് ഫാൻസിനൊക്കെ എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു മോട്ടിവേഷനാണ് നൽകിയത്. അപ്പോൾ അതിൻ്റെ ഒരു താങ്ക്സ് പറഞ്ഞ് തന്നെ തുടങ്ങാം. പിന്നെ സെമി ഫൈനൽ മിസ് ചെയ്തതിൻ്റെ ഒരു കേരള ക്രിക്കറ്റ് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ചെറിയ ഇമോഷണൽ ആൾക്കാരാണ്. നമുക്ക് ഒരു വികാരം കുറച്ച് കൂടുതലാണ്. എനിക്ക് കുറച്ച് അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ കേരളത്തിന് വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഉള്ളൊരു മോട്ടിവേഷൻ എന്ന് വെച്ചാൽ അത് ഫീൽ ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. KCL future, to be very honest, with all the talent and potential which we have, I honestly believe, not only me, the ഇന്ത്യൻ ടീം ഡ്രസ്സിംഗ് റൂമിലുള്ള ഒരു നോർമൽ ടോക്സ് എന്ന് വെച്ചാൽ കേരള ക്രിക്കറ്റേഴ്സിൻ്റെ ടാലൻറ്റ് ഒരു രക്ഷയില്ലെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. നമ്മുടെ ഭയങ്കര ഒരു വിചാരിക്കാത്ത അപ്പുറത്തുള്ള ലെവലിലുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ ഇവിടുത്തെ ക്രിക്കറ്റേഴ്സിനുണ്ട്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് KCA സെറ്റ് ചെയ്ത് കൊടുത്തത്. നമ്മുടെ KCL എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ KCL എൻ്റെ ഒരു ഫീൽഡ് in next 5 years, it should be one of the best leagues in the domestic circuit is what I feel.